അല്ലാഹുവിന്റെ നബി തിരുമേനിയുടെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരാൾ ചോദിച്ചു, പോയി റസൂലേ, വേറൊരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം ലളിതമായ വളരെ കൃത്യമായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും റസൂലേ. നബി തിരുമേനി പഠിപ്പിച്ചു പോവുകയാ, ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചോ, സുമ്മ ഇസ്തഖിം, പിന്നെ നീ ആ മാർഗത്തിൽ അങ്ങ് ഉറച്ചു നിന്നോ. റബ്ബിനെ പറ്റി ശരിയായൊരു ധാരണ ഉണ്ടാകണേ. എന്റെ റബ്ബിനെ പറ്റി എനിക്കൊരു ശരിയായ ധാരണ ഉണ്ടാകണേ. എന്റെ സൃഷ്ടാവിനെ പറ്റി എന്റെ കുടുംബത്തിനൊരു ധാരണ ഉണ്ടാകണേ. എന്റെ സൃഷ്ടാവിനെ പറ്റി, എന്റെ ഭാര്യയെ തന്നെ എന്റെ സൃഷ്ടാവിനെ പറ്റി, എന്റെ കുഞ്ഞുമോനെ എനിക്ക് സമ്മാനിച്ച എന്റെ റബ്ബിനെ പറ്റി, എന്റെ സ്വത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ നിമിഷം വരെ തെറ്റാതെ പതറാതെ ഉണർച്ചു നിന്നിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് കടന്നു പോകാൻ എന്നെ സഹായിച്ച എന്റെ റബ്ബിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകണേ. തൗഹീദിന്റെ മൂന്നിനങ്ങളിലും, തൗഹീദുർ റുബൂബിയ്യത്തിലും, തൗഹീദുൽ ഉലൂഹിയ്യത്തിലും, തൗഹീദുൽ അസ്മാഇ വസിഫാത്തിലും പിഴക്കാത്ത ദൃഢതയുള്ള കറകളഞ്ഞ വിശ്വാസം ഉണ്ടാകണേ. ആമൻതു ബില്ലാഹ് എന്ന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ നമ്മളങ്ങ് റബ്ബിലേക്ക് ഏൽപ്പിക്കണേ. ഏതേത് കാര്യങ്ങളും പടച്ച റബ്ബിലേക്ക് ഏൽക്കണേ. ഖൈർ മുഴുവനും റബ്ബിങ്കിലേക്ക് ഏൽപ്പിക്കണേ. ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാ, ഞാൻ നന്നായത് ഇന്ന സീഡ് കേട്ടുകൊണ്ടാണെന്ന് ഇനി പറയില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ. ഞാൻ നന്നായത് ഇന്ന ഖുതുബ കേട്ടിട്ടാണെന്ന് ഇനി പറയല്ലേ, പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ടാണെന്ന് കൂട്ടിച്ചേർക്കാതെ. ഞാൻ നന്നായത് ഇന്ന വഅദ് കേട്ടിട്ടാണ്, ഇന്ന പ്രഭാഷകന്റെ പ്രസംഗം കേട്ടിട്ടാണെന്ന് ഇനി മുതൽ പറയല്ലേ. ഇന്ന സദസ്സിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് തൗഹീദ് കിട്ടിയതെന്ന് ഇനി മുതൽ പറയല്ലേ. പടച്ച റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെന്ന് കൂട്ടിച്ചേർക്കാതെ. എന്റെ വീടുണ്ടാക്കിയത് ഇന്നാള് സഹായിച്ചിട്ടാണെന്ന് ഇനി മുതൽ പറയല്ല. എന്റെ പടച്ച റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എന്ന് കൂട്ടിച്ചേർക്കാതെ. എന്റെ കുഞ്ഞുമോക്ക് ഒരു കല്യാണം വന്നത് ഇന്ന മൗലവി ശരിയാക്കി തന്നതാണെന്ന് ഇനി മുതൽ പറയല്ല, ഒരിക്കലും പറയല്ലേ. അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും എന്റെ റബ്ബിന്റെ സഹായം ഉണ്ടായിട്ടല്ലാതെ, എന്റെ പടച്ചന്റെ തൗഫീഖ് ഉണ്ടായിട്ടല്ലാതെ എന്ന് കൂട്ടിച്ചേർക്കാതെ. ഈ ജീവിതത്തിന്റെ ഈ സെക്കൻഡ് വരെ അനുഭവിച്ച ഏതേത് നന്മകളിലും ഏതേത് ഹൈറുകളിലും എന്റെ റബ്ബിന്റെ തൗഫീഖിനാൽ എനിക്ക് തൗഹീദ് കിട്ടി, എന്റെ റബ്ബിന്റെ തൗഫീഖിനാൽ എനിക്ക് സുന്നത്ത് കിട്ടി, എന്റെ റബ്ബിന്റെ തൗഫീഖിനാൽ എനിക്ക് വഅദ് പറയാനായി, എന്റെ റബ്ബിന്റെ തൗഫീഖിനാൽ ഞാൻ വഅദ് കേൾക്കുന്നവനായി, എന്റെ റബ്ബിന്റെ തൗഫീഖിനാൽ എനിക്ക് ഈമാനുള്ള ജന്നത്തുഖി വനാറുഖി, എന്നെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഭാര്യ എനിക്കുണ്ടായി. എന്റെ റബ്ബിന്റെ തൗഫീഖിനാൽ, എന്റെ റബ്ബിന്റെ തൗഫീഖിനാൽ എനിക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായി. എന്റെ റബ്ബിന്റെ തൗഫീഖിനാൽ ഇന്ന് എന്റെ സഹോദരന്റെ കുഞ്ഞുമോൻ എന്റെ മുന്നില് 20 സൂറത്താണ്, 3 വയസ്സുകാരൻ മാഷാ അല്ലാഹ് കാണാതെന്ന് പറഞ്ഞു പോയത്. ഭക്ഷണം കഴിക്കുന്നതിൽ കുട്ടി ഓരോ സൂറത്ത് അങ്ങനെ പറയുമ്പോ ശരീരത്തിലൂടെ ഒരു കോറലങ്ങനെ കോറി വരികയാ. വജിലത്ത് ഖുലൂബുഹും, ഹൃദയം അങ്ങ് പഠിച്ചു പോവുകയാ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണതെന്ന് പറയാതെ ഒരിക്കലും നമ്മൾ അത്തരം വാക്കുകൾ പറഞ്ഞു പോകല്ല. എന്റെ മുവഹിദീങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, നമുക്കൊക്കെ പറ്റുന്നൊരു അബദ്ധം തരങ്ങൾ. നമ്മൾ എന്ത് പറയുമ്പോഴും സാധാരണ നമ്മുടെ നാട്ടിൽ പറയും, ബഹുമാന്യനായ ഹുസൈൻ സൽഫിന്റെ വയല് കേട്ടിട്ട് നമ്മൾ നന്നായത്. ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്. പക്ഷെ കൂടെ ഒരു വാക്ക് കൂട്ടിച്ചേർക്കണം, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ. ഇന്ന മൗലവിന്റെ ഖുതുബ കേട്ടിട്ടായി നാട് നന്നായത് പറയരുത്. എന്ത് പറയാതെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്ന് പറയാതെ. തൗഹീദിന്റെ പൂർണ്ണതയാണത്. തൗഹീദുണ്ടെന്ന് പറയുന്നവർക്ക് പോലും പാളിച്ച വന്നതവിടെയാ. തൗഹീദുണ്ടെന്ന് വിശ്വസിക്കുന്നവരോരും പതറിപ്പോയതവിടെയാ. ഖലാഖദറിന്റെ വിഷയത്തിൽ പാളിയതെന്തുകൊണ്ടാ? തവക്കുൽ നഷ്ടപ്പെട്ടു പോയതെന്തുകൊണ്ടാ? ഹറാമിലേക്ക് കടന്നു പോകാൻ പലപ്പോഴും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത് കാരണമായിട്ടില്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ഖൈറും റബ്ബിലേക്ക് ചേർത്തി പറയണേ.